ഓപ്പോയുടെ Oppo A38 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo A38 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. പിന്നെ തരക്കേടില്ല എന്നുള്ള ഫീച്ചേഴ്സിൽ നമുക്ക് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കായിരുന്നു, എന്നാലും വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.16 mm ആണ്. പിന്നെ ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിന്റെ ഗ്ലോയിങ് ഗോൾഡ് അതുപോലെ തന്നെ ഗ്ലോയിങ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൽ 4 GB റാം കൊടുത്തിട്ടുണ്ട്. 128 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ LPDDR4Xന്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്റ്റൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൽ 3.5 mm മോഡി ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. Android 13 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ല എന്ന് പറയാം. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഏകദേശം 89.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 720 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടില്ല, ഫുൾ HD റെസൊല്യൂഷനും ഇതിൽ വരുന്നില്ല. പിന്നെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം പ്രോസസ്സറാണ്. മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. ഒരു 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ആ ഒരു കാര്യവും കുറച്ച് നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ആയിരിക്കില്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ വരുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം അതൊക്കെയാണ് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 12,999 രൂപയാണ്. സെപ്റ്റംബർ 13 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണ് അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ആകെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ബാക്കി ഫീച്ചേഴ്സ് ജസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ്. മൊത്തത്തിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റിലാണെങ്കിലും അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.